രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ അന്വേഷിച്ച് വനവാസത്തിലായിരുന്നു. യാത്രാമധ്യേ അദ്ദേഹം വാനര രാജാവായ സുഗ്രീവനെ കണ്ടുമുട്ടി. സുഗ്രീവൻ ബാലിയുടെ കൈകളാൽ രാജ്യം നഷ്ടപ്പെട്ട് വനവാസിയായി ജീവിക്കുകയായിരുന്നു. സീതയെ കണ്ടുപിടിക്കാൻ സുഗ്രീവൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പകരം ബാലിയെ വധിച്ചു തന്നെ കിഷ്കിന്ധയിലെ രാജാവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശ്രീരാമൻ ഇത് അംഗീകരിച്ചു. ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. എതിരാളിയുടെ ബലം പകുതിയാക്കി സ്വന്തമാക്കുന്ന വരദാനം കാരണം സാധാരണ യുദ്ധരീതികൾ ഫലപ്രദമാവില്ലെന്ന് രാമൻ മനസ്സിലാക്കി. ഒരു കൊന്ന മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിന്നു. ശ്രീരാമൻ ആ മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഒളിയമ്പ് എയ്ത് ബാലിയെ വധിച്ചു. ഈ സംഭവത്തിന് ശേഷം ആ മരത്തെ ആളുകൾ ബാലിയെ കൊന്നമരം എന്നും വിളിക്കാൻ തുടങ്ങി. ഒരു തെറ്റും ചെയ്യാത്ത മരത്തിന് ഈ അപവാദം വലിയ ദുഃഖമുണ്ടാക്കി. അതിനാൽ അത് പൂക്കാതെ വാടി നിന്നു. ദുഃഖം തീരാൻ അത് ശ്രീരാമനെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു. ശ്രീരാമൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മരം സങ്കടം പറഞ്ഞു. ശ്രീരാമൻ മരത്തോട് ക്ഷമയോടെ മറുപടി പറഞ്ഞു. നിന്റെ ദുഃഖം തീരാൻ ഞാനൊരു അനുഗ്രഹം നൽകാം. ഇനി മുതൽ നീ സ്വർണ്ണ നിറത്തിലുള്ള മനോഹരമായ പൂക്കൾ പൂക്കും. ഈ പൂക്കളുടെ തിളക്കം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാകും. ഈ പൂക്കളാൽ ശ്രീവിഷ്ണുവിനെ അലങ്കരിച്ച് കണി കാണുന്നവർക്ക് സമ്പത്തും ഐശ്വര്യവും ലഭിക്കും. അങ്ങനെ ആ മരം സ്വർണ്ണ പൂക്കളാൽ നിറഞ്ഞു. അന്നു മുതൽ അത് കണിക്കൊന്ന എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. വിഷുക്കണിയിൽ കണിക്കൊന്ന അനിവാര്യമായി മാറിയത് ഇതുകൊണ്ടാണ്.